നമസ്കാരം. VHSCയുടെ ക്യാപ്പ് കോഴ്സിന് ഭാഗമായിട്ട് അല്ലെങ്കിൽ ക്യാപ്പ് കോഴ്സിന് വേണ്ടി നടത്തപ്പെടുന്ന രണ്ടാമത്തെ വെർച്വൽ ഫീൽഡ് വിസിറ്റിനായി ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥാപനം ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് ലിമിറ്റഡ് എന്ന ഈ ഒരു സ്ഥാപനത്തിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ തന്നെ നമ്പർ 1 സ്ഥാപനമായിട്ടുള്ള അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നമ്മുടെ TTP ലിമിറ്റഡ് അതിൻ്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ അതിൽ നമുക്കൊരു വെർച്വൽ ഫീൽഡ് വിസിറ്റിനായിട്ട് നമുക്ക് അനുമതി ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുന്നേ തന്നെ പ്രവർത്തനം ആരംഭിക്കുകയും 1000-ഓളം പ്രവർത്തകർ അല്ലെങ്കിൽ 1000-ഓളം എംപ്ലോയീസ് വർക്ക് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തിരുവനന്തപുരത്ത് കൊച്ചുവേളി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ട്രാവൻകൂർ ടൈറ്റാനിയം ലിമിറ്റഡ് എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും തികഞ്ഞ ഒരു ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ഒരു ഫീൽഡ് വിസിറ്റിന് എല്ലാ അർത്ഥത്തിലും തികഞ്ഞ ഒരു സ്ഥാപനമാണ്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മളൊരു സർവീസ് സെക്ടറിൽ നമ്മളത് കണ്ടു കഴിഞ്ഞു. ഇന്ന് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ബേസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു സ്ഥാപനത്തിലേക്കാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. ഇത് ഒരുപാട് പ്രോഡക്ട്സ് ഇവിടെ മെയിനായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ട്രാവൻകൂർ ടൈറ്റാനിയം ഡയോക്സൈഡ് എന്ന് പറയുന്ന പ്രോഡക്റ്റാണ് നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ ഉൽപ്പാദിക്കുന്നത്. 2003 മുതൽ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണത്. ഒരുപാട് ഈ ടൈറ്റാനിയം ഡയോക്സൈഡിൻ്റെ തന്നെ ഒരുപാട് വേരിയൻസ് ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അജൻടോക്സ് എന്ന് പറയുന്നത്, അപ്പോൾ ഒരുപാട് കെമിക്കൽ പേരുകളാണ് കൂടുതലും ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പക്ഷേ സുപരിചിതമായിട്ടുള്ള പേരുകളായിരിക്കത്തില്ല. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഇതിനെക്കുറിച്ചുള്ള പ്രോഡക്റ്റുകൾ എന്താണെന്നും അതിൻ്റെ പൈ പ്രോഡക്ട്സുകളും അതിൻ്റെ പർപ്പസുകളും എല്ലാം നിങ്ങൾക്ക് ചെറിയ ചെറിയ ക്ലിപ്പുകളായിട്ട് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ തന്നെ ചുവരുകളിൽ വളരെ മനോഹരമായി വരച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾക്കത് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ സ്ഥാപനത്തിലെ ഏകദേശമുള്ള പ്രവർത്തനങ്ങൾ എല്ലാം നമ്മൾ മാക്സിമം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ തന്നെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്റ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിലാണ് നമ്മളിന്ന് രണ്ടാമത്തെ വിർച്വൽ ഫീൽഡ് വിസിറ്റ് ചെയ്യുന്നത്. നമ്മളുടെ ഈ ഫീൽഡ് വിസിറ്റിനായിട്ട് ഈ കമ്പനിയുടെ പ്രൊമിസസും അനുവദിച്ചു തന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ശ്രീ ജോർജ് നയനാൻ സാറിന് എല്ലാവിധത്തിലുള്ള നന്ദിയും ആദ്യമേ തന്നെ അറിയിച്ചുകൊള്ളും. നമ്മളുടെ പ്രധാന ഉദ്ദേശം ഈ കമ്പനിയെക്കുറിച്ചും കമ്പനിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദമായിട്ടൊന്ന് ചോദിച്ചറിയുക എന്നുള്ളത് തന്നെയാണ്. സോ അതിനായിട്ട് നമ്മളോടൊപ്പം ഇന്ന് എത്തിയിരിക്കുന്നത് മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ശ്രീ ജോർജ് നയനാൻ സാർ തന്നെയാണ്. സാറിനോട് നമ്മൾക്ക് വേണ്ട വിവരങ്ങളൊക്കെ ചോദിച്ചറിയാം. ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്റ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒന്ന് ലഘുവായി വിശദീകരിക്കാമോ? 1946 അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ്. അന്ന് ഈ കരിമണലിൽ നിന്നും ടൈറ്റാനിയം ഡയോക്സൈഡ് ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളത് ബ്രിട്ടീഷ് ടൈറ്റാനിയം കമ്പനിയുടെ ടെക്നോളജി അഡോപ്റ്റ് ചെയ്തുകൊണ്ട് സൾഫേറ്റ് റൂട്ട് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ടൈറ്റാനിയം ഡയോക്സൈഡ് അനറ്റൈസ് ഗ്രേഡ് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് സ്ഥാപിതമായത്. 1960 കേരള ഗവൺമെൻറ് ഈ സ്ഥാപനം ഏറ്റെടുക്കുകയും പിന്നീട് ഒരു പൊതുമേഖലാ സ്ഥാപനം എന്നുള്ളതിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് ചെയ്തത്. 1958 ഏതാണ്ട് 5 ടണ്ണോടുകൂടിയാണ് ഈ സ്ഥാപനം പ്രൊഡക്ഷൻ ആരംഭിച്ചത്. ഘട്ടം ഘട്ടമായി പല സമയങ്ങളിലായി ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് ഇന്ന് ഏകദേശം 45 ടണ്ണോളം പ്രൊഡക്ഷൻ എടുക്കാൻ ഉള്ള പെർ ഡേ പ്രൊഡക്ഷൻ എടുക്കാനുള്ള സ്ഥിതിയിൽ എത്തി നിൽക്കുകയാണ്. നമ്മളുടെ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ് എന്നും അവയുടെ ഉപയോഗം ഏതൊക്കെ മേഖലകളിലാണ് എന്നും ഒന്ന് വിശദീകരിക്കാം. പ്രധാന പ്രോഡക്റ്റായിട്ട് ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെൻ്റ് തന്നെയാണ്. അത് നമ്മുടെ അജൻടോക്സ് എന്ന നിലയിലാണ് അതിൻ്റെ ട്രേഡ് നെയിം അറിയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ
റൂട്ടെയിൽ ഗ്രേഡ് അൺകോട്ടഡ് അങ്ങനെ ഒരു പ്രോഡക്റ്റും കൂടെ നമ്മളിതിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. അത് കൂടുതലും പെയിൻറ്റ് ഇൻഡസ്ട്രിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. അതുകൂടാതെ നമ്മുടെ തന്നെ R&D വർക്ക് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള പൊട്ടാസ്യം ടൈറ്റനേറ്റ്, കാറ്റലിറ്റിക് ഗ്രേഡ് ടൈറ്റാനിയം, സ്പെഷ്യൽ ഗ്രേഡ് ടൈറ്റാനിയം മുതലായ പ്രോഡക്ട്സും ഇപ്പോൾ നമ്മൾ വിപണിയിൽ പോകുന്നുണ്ട്. അത് ചെറിയ തോതിലാണെന്ന് മാത്രമേ ഉള്ളൂ. സൾഫ്യൂരിക് ആസിഡ് നമ്മുടെ പ്രൊഡക്ഷൻ ആവശ്യമുള്ളത് കഴിഞ്ഞ് ബാക്കി വരുന്നത് ഞങ്ങൾ വിപണിയിൽ വിൽപ്പന നടത്തുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ പുതിയതായിട്ട് ഞങ്ങൾ പുതിയ പ്രോഡക്ട്സ് കുറേയധികം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എഫ്ലുവൻറ്റിൽ നിന്നും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ റെഡ് ഓക്സൈഡ്, ബ്ലാക്ക് ഓക്സൈഡ്, യെല്ലോ ഓക്സൈഡ് മുതലായ പ്രോഡക്ട്സ്, അതോടൊപ്പം തന്നെ നമ്മുടെ ഖരമാലിന്യങ്ങളിൽ നിന്നും ടൈല്, ബ്രിക്ക്, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പലവിധ പ്രോഡക്റ്റുകൾ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ഈ പ്രോഡക്റ്റ് പ്രോസസ്സിങ്ങിൽ വരുന്ന റോ മെറ്റീരിയൽസിനെ കുറിച്ച് അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കളെക്കുറിച്ച് ഒന്ന് ലഘുവായി വിശദീകരിക്കാം. ഇപ്പോൾ സൾഫേറ്റ് റൂട്ട് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇൽമിനൈറ്റിൽ നിന്നും സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ചുകൊണ്ട് ടൈറ്റാനിയം സൾഫേറ്റ്സ് ഉൽപ്പാദിപ്പിക്കുകയും അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൻ്റെ പ്രിസിപ്പിറ്റേഷൻ, ലീച്ചിങ്, ഡ്രൈയിങ് അതുപോലുള്ള പ്രോസസ്സിലൂടെ കൊണ്ടുവന്ന് ടൈറ്റാനിയം ടൈറ്റാനിക് ആസിഡ് ഉൽപ്പാദിപ്പിച്ച് അത് കാൽസൈൻ ചെയ്യുമ്പോൾ അനറ്റൈസ് ഗ്രേഡ് ടൈറ്റാനിയം ഡയോക്സൈഡ് ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അനറ്റൈസ് ഗ്രേഡും റൂട്ടൈൽ ഗ്രേഡും രണ്ട് ക്രിസ്റ്റലൈൻ സ്ട്രക്ചറുകളാണുള്ളത്. അതിൽ അനറ്റൈസ് ഗ്രേഡ് കൂടുതൽ ബ്ലൂയിഷ് ടിഞ്ചായിരിക്കും ഉണ്ടാവുക. ഈ ടൈറ്റാനിയം ഡയോക്സൈഡ് എന്ന് പറയുന്നത് വൈറ്റ് പിഗ്മെൻ്റാണ്. മെയിനായിട്ട് പെയിൻറ്റിലൊക്കെ ഉപയോഗിക്കുന്ന വൈറ്റ് കളർ കൊടുക്കുന്ന പിഗ്മെൻ്റാണ് ടൈറ്റാനിയം ഡയോക്സൈഡ്. മെയിനായിട്ടും നമ്മുടെ അനറ്റൈസ് ഗ്രേഡ് ടൈറ്റാനിയത്തിൻ്റെ ഉപയോഗം പെയിൻറ്റിലുണ്ട്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, ചെരുപ്പ്, ലെതർ ഇൻഡസ്ട്രീസ്, പേസ്റ്റ്, ടൂത്ത് പേസ്റ്റ് പോലുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിൽ ഇവിടെ എല്ലാം കളറ് വൈറ്റായി മാറ്റുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെൻറ്റ്. കമ്പനിയുടെ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ്സുകളെ കുറിച്ച് അല്ലെങ്കിൽ കമ്പനിയുടെ ഓർഗനൈസേഷനിലെ സ്ട്രക്ചറിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. കമ്പനിയുടെ മെയിൻ ലൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ തന്നെയാണ്. അതോടൊപ്പം തന്നെ അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് നമുക്ക് എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സസ് ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, കൊമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ്, സേഫ്റ്റി ആൻഡ് എൻവയോൺമെൻറ്റ് എഞ്ചിനീയറിംഗ്, സെക്യൂരിറ്റി ആൻഡ് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളോടുകൂടിയാണ് നമ്മുടെ പ്രവർത്തനം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഏതൊക്കെ പ്രോഡക്റ്റുകളാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എക്സ്പോർട്ട് ചെയ്യുന്നത്? നമ്മുടെ വിപണി പ്രധാനമായും ഇന്ത്യയിൽ തന്നെയാണ്. ഏതാണ്ട് അതോടൊപ്പം തന്നെ എക്സ്പോർട്ടറുണ്ട്. എക്സ്പോർട്ട് നമുക്ക് ഏതാണ്ട് 30-ലധികം കൺട്രികളിലേക്ക് എക്സ്പോർട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ തികയാതെ വരുന്നതുകൊണ്ട് ക്വാണ്ടിറ്റി നമുക്ക് അധികം എക്സ്പോർട്ട് ചെയ്യാൻ കഴിയാറില്ല. പക്ഷേ അവിടുന്ന് സ്ഥിരമായിട്ട് നമുക്കുള്ള ഡിമാൻഡ് അനുസരിച്ചുള്ള ക്വാണ്ടിറ്റി നമ്മൾ എക്സ്പോർട്ട് മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട്. വിപണിയിൽ എക്സ്പോർട്ടിൽ നമുക്ക് ആന്തരിക മാർക്കറ്റിൽ കിട്ടുന്ന അത്രയും പ്രൈസ് റിയലൈസേഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ എക്സ്പോർട്ട് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ കമ്പനിയുടെ പ്രോജക്റ്റുകളെക്കുറിച്ചും അല്ലെങ്കിൽ എക്സ്പാൻഷൻ പ്രോഗ്രാംസിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. പുതിയ പ്രോജക്റ്റുകളായിട്ട് നമ്മൾ അടുത്ത കാലത്തായിട്ട് കൊപ്രാസ് റിക്കവറി പ്ലാന്റ്, അതായത് ഫെറസ് സൾഫേറ്റ് അയൺ പ്രോസസ്സിൽ നിന്ന് കൂടുതൽ റിമൂവ് ചെയ്യുന്നതിനുള്ള പ്ലാന്റിൻ്റെ കമ്മീഷനിങ് കഴിഞ്ഞു. ഏതാണ്ട് 40 കോടി രൂപയോളം മുടക്കിയാണിത് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ നമ്മുടെ ഈ എഫ്ലുവൻറ്റിൽ നിന്നുണ്ടാകുന്ന ബൈ പ്രോഡക്ട്സ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിനുള്ള പ്രോജക്റ്റുകൾ ഞങ്ങൾ കൂടുതൽ അതിൻ്റെ വിശദമായ റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 250 കോടിയോളം രൂപ ചിലവ് വരുന്ന പ്രോജക്റ്റ് നമ്മുടെ ഈ വർഷത്തെ ബഡ്ജറ്റിൽ അംഗീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതോടുകൂടി ഒരു ഏകദേശം 2 വർഷത്തിനുള്ളിൽ അത് പൂർത്തീകരിക്കും. 2-3 വർഷത്തിനുള്ളിൽ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിറ്റുവരവ് ഒരു 500 കോടി രൂപയ്ക്ക് മുകളിലേക്ക് ആക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.
കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ CSRുമായിട്ട് ബന്ധപ്പെട്ട് വൊക്കേഷണൽ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? കമ്പനിയുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള നിലയിൽ അടുത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, രോഗചികിത്സയ്ക്കുള്ള സഹായങ്ങൾ, അതുപോലെ സ്പോർട്സ് സംബന്ധമായ കാര്യങ്ങളിലൊക്കെ സഹായം ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകമായിട്ടും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി നിലയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഞങ്ങളുടെ സ്ഥാപനത്തിൽ ആവശ്യമായ ഇൻപ്ലാൻ ട്രെയിനിങ് പോലുള്ള കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുകയും അതുപോലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നമ്മൾ കൊടുക്കേണ്ട കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള നിലയിൽ അതിനെ ഉൾപ്പെടുത്തി വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതുമാണ്. പരിസരവാസികളായ ആളുകൾക്ക് കുടിവെള്ളം നൽകുന്നതിനേക്കായിട്ട് ഏതാണ്ട് 52ഓളം വീട്ടുകാർക്ക് കുടിവെള്ളം നൽകി കഴിഞ്ഞു. വീണ്ടും ഒരു 100 വീട്ടുകാർക്കോളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ടേക്കപ്പ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങളുടെ കോഴ്സിന് ഈ സ്ഥാപനത്തിൽ എന്തൊക്കെയാണ് സാധ്യതകളുള്ളത്? കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ട്രാവൻകൂർ ടൈറ്റാനിയത്തിൽ ഞങ്ങൾ ഓഫീസ് ഓട്ടോമേഷൻ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ്, HR ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ഈ മേഖലകളിലൊക്കെ അതിനുള്ള സാധ്യതകളുണ്ട്. ഡിയർ സ്റ്റുഡൻസ്, നമ്മളിപ്പോൾ ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇരിക്കുന്നത്. നമുക്ക് ഈ സ്ഥാപനത്തിലെ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിനെ കുറിച്ച് കൂടുതലായിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മോടൊപ്പം ഇന്നുള്ളത് ഈ സ്ഥാപനത്തിലെ ഫിനാൻസ് മാനേജറായിട്ടുള്ള ശ്രീ ശിവപ്രസാദ് സാറാണ്. സാറിനോട് നമുക്ക് ഓരോന്നായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. സാർ, ഈ സ്ഥാപനത്തിലെ അക്കൗണ്ടിങ് ആക്ടിവിറ്റീസ്, അതായത് ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ട് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണോ, അതല്ലെങ്കിൽ ഏതെങ്കിലും അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ടോ, ഇനി ഏതെല്ലാം ആക്ടിവിറ്റീസാണ് ഇതിനകത്ത് മാനുവലായിട്ട് നമ്മൾ ചെയ്തു വയ്ക്കുന്നത്, ഇങ്ങനെ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ സ്ഥാപനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ടൊന്ന് എന്താണ് നടക്കുന്നതെന്ന് ഒന്ന് വിശദീകരിക്കാം. നമസ്കാരം. ഇത് ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് കമ്പനിയാണ്. ഇവിടെ കസ്റ്റമൈസ് ചെയ്ത ERP, അതായത് എൻ്റർപ്രണർ റിസോഴ്സ് പാക്കേജാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ പല വകുപ്പുകളുടെയും ആക്ടിവിറ്റി ഏകീകരിച്ചിട്ട് അത് ഒരു ജേർണൽ എൻട്രി പോലെ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. അതായത് ERP പാക്കേജ് ഫിനാൻസിൽ നമ്മൾ റോ മെറ്റീരിയലെല്ലാം ഓട്ടോമാറ്റിക്കായിട്ടാണ് ഫീഡ് ചെയ്ത് വരുന്നത്. ഉദാഹരണത്തിന് കൊമേഴ്സ്യൽ ആക്ടിവിറ്റി അല്ല, അതായത് ടെൻഡർ തൊട്ടുള്ള പ്രോസസ്സ്, അത് കഴിഞ്ഞ് പർച്ചേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ആ പർച്ചേസ് ഓർഡർ അനുസരിച്ച് വരുന്ന സാധനങ്ങളുടെ സപ്ലൈ, അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് സ്റ്റോറുകാരി വെരിഫൈ ചെയ്ത് അതിനെ ഒരു റിപ്പോർട്ടാക്കി ആ റിപ്പോർട്ട് കൊമേഴ്സുകാർ വെരിഫൈ ചെയ്തിട്ട് അക്കൗണ്ട്സിലേക്ക് ഫോർവേഡ് ചെയ്യും. അതനുസരിച്ചിട്ട് റിജക്റ്റഡ് ഐറ്റമാണ് വരുന്നതെങ്കിൽ അത് ഞങ്ങൾ തിരിച്ചു കൊടുക്കും പാർട്ടിക്ക്. അക്സെപ്റ്റ് ചെയ്ത്, അതായത് ഓക്കെ ആയിട്ടുള്ള ഗുഡ്സാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ അതിനെ പർച്ചേസ് ജേണൽ ഇടും. ആ പർച്ചേസ് ജേണൽ ഇടുന്ന ഒരു പ്രോസസ്സിൽ ടെക്നിക്കൽ സൈഡെല്ലാം അതാത് ഡിപ്പാർട്ട്മെൻറ്റ് ഫില്ല് ചെയ്യും. ഉദാഹരണത്തിന് ഒരു വരുന്ന ഐറ്റത്തിൻ്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് സ്റ്റോർ ലെഡ്ജറിൽ ഓരോ ഐറ്റം കോഡ് ഉണ്ടാവും. ആ ഐറ്റം കോഡിൽ ഇവർ അതിനെ ആഡ് ചെയ്തെടുക്കും. അതായത് നമ്മളിപ്പം അസറ്റിൽ ഡെബിറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന പോലെ സ്റ്റോർ മോഡിൽ ഡെബിറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. അതിനുശേഷം ഇതിനൊരു വാല്യൂ ഇടുന്നത് അക്കൗണ്ട്സിലാണ്. ഈ വരുന്ന അക്സെപ്റ്റ് ചെയ്ത ഡോക്യുമെൻറ്റ്സും അതിൻ്റെ ബില്ലും GST ബില്ലൊക്കെ നോക്കിയിട്ട് ആ വാല്യൂ ഞങ്ങൾ പാർട്ടിക്ക് ക്രെഡിറ്റ് സ്റ്റോർ ലെഡ്ജറിൽ ഡെബിറ്റും ചെയ്തൊരു ജേർണൽ എൻട്രി ഇടും. അതിനുശേഷം അത് വെരിഫിക്കേഷനായിട്ട് അതാത് അതോറിറ്റീസ്, അതായത് HOD ഫിനാൻസിൻ്റെ അടുത്ത് പോകാറുണ്ട്. അപ്പോൾ അത് വെരിഫൈ ചെയ്തതിന് ശേഷമായിരിക്കും പാർട്ടിക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നത്. ഈ സിസ്റ്റം എല്ലാം ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡാണ്, ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഡാറ്റ എൻട്രി വേറെ ചില ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യും. അതിൻ്റെ റിപ്പോർട്ടും ബാക്കി കാര്യങ്ങളും എടുക്കുന്നതെല്ലാം MIS തന്നെ ഇതിനകത്തൊരു മോഡലായിട്ടുണ്ട്. പിന്നെ അക്കൗണ്ട്സിലും ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ മാനുവലായിട്ട് വരുന്ന ഓപ്പറേഷൻ വേറെ ഒന്നുമില്ല. ലേബർ, അതായത് ക്യാഷ് ലേബറിനെ വെച്ചുകൊണ്ട് ഞങ്ങളിവിടെ ചില വർക്കുകൾ ചെയ്ത് തന്നിട്ട് അവരുടെ പേയ്മെൻറ്റും മറ്റു കാര്യങ്ങൾ ജേർണൽ എൻട്രി ഇട്ട്, അതായത് മാനുവലായിട്ട് വരുന്ന ഡോക്യുമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് അക്കൗണ്ട്സിലാണ് അതിൻ്റെ എല്ലാ പണിയും ചെയ്യുന്നത്. ജേർണൽ എൻട്രി ഇടുക, എന്നിട്ട് അത് ആ പാർട്ടിക്ക് ക്രെഡിറ്റ് കൊടുത്ത് അതിനെ റെക്കമെൻഡ് ചെയ്ത് പിന്നെ പേയ്മെൻറ്റ് പാസ്സാക്കി വിടുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ബാങ്കിൽ പേയ്മെൻറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് പോകുന്നത്. ഡിയർ സ്റ്റുഡൻസ്, ഇതൊരു മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ നിരവധി മെറ്റീരിയൽസും സ്റ്റോർസ് ഐറ്റംസും ഒക്കെ വാങ്ങേണ്ടതായിട്ടുണ്ട്.
അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്റ്റോർസിലേക്ക് വരുന്ന ഐറ്റംസ് കെമിക്കൽസ് ഉണ്ട്, അതുപോലെ ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ്, സിവിൽ വർക്ക് ഐറ്റംസ്, അങ്ങനെ നിരവധി മെറ്റീരിയൽസ് സ്റ്റോർസിലേക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്, വാങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു പർച്ചേസ് പ്രൊസീജിയർ എങ്ങനെയാണ് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. കമ്പനിയിൽ പർച്ചേസ് ആക്ടിവിറ്റി എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ളത് ചുരുക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. കൊമേഴ്സ്യൽ ഡിപ്പാർട്ട്മെൻറ്റാണ് പർച്ചേസിൻ്റെ കാര്യങ്ങളെല്ലാം കമ്പനിയിൽ നടത്തുന്നത്. ആദ്യമായിട്ട് യൂസർ ഡിപ്പാർട്ട്മെൻറ്റ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ എന്ത് ഐറ്റമാണ് വേണ്ടത്, അതായത് സ്റ്റോറിൽ തന്നെ മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് റീഓർഡർ ലെവലും മിനിമം ലെവലും ഒക്കെ വരാറുണ്ട്. ചില ഐറ്റങ്ങൾ എസെൻഷ്യലായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ യൂസർ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ ഒരു ഇൻറ്റൻറ്റ് കൊടുക്കും, ഞങ്ങൾക്ക് ഇത്ര ക്വാണ്ടിറ്റിയുടെ സാധനം വേണം. അപ്പോൾ അവരതനുസരിച്ച് ആ OR ജനറേറ്റ് ചെയ്യും. ആ ORന് നേരെ കൊമേഴ്സിൽ പോകും. OR എന്ന് പറയുന്നത് ഓർഡർ റിക്വസിഷനാണ്. ഇതാണ് ഏതാണ്ട് ഒരു ഫോർമാറ്റ്. ഈ ഫോർമാറ്റ് അനുസരിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും സ്പെക്കും എല്ലാം ഇതിൽ പറയും. ഇതനുസരിച്ചിട്ട് അവർ ടെൻഡർ ഇൻവൈറ്റ് ചെയ്യും. ടെൻഡർ ഇൻവൈറ്റ് ചെയ്ത് എൻക്വയറി വിടും. ആ എൻക്വയറി അനുസരിച്ച് 4 പേരോ 5 പേരോ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ആ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് ഒരു ടാബ്ലറ്റ് ഫോമിലോട്ട് കൊണ്ടുവരും. ആ ടാബുലേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിൽ ലോവസ്റ്റ് പാർട്ടി ആരാണോ ആ പാർട്ടിക്ക് ഞങ്ങൾ പർച്ചേസ് ഓർഡർ പ്ലേസ് ചെയ്യും. അതാണ് അതിൻ്റെ ചുരുക്കിയുള്ള ഒരു പ്രോസസ്സ്. സാർ, നമുക്ക് ഈ സ്ഥാപനത്തിൽ പർച്ചേസ് ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട റോ മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, അത് ആ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ ഒന്ന് വിശദീകരിക്കാം. നമ്മുടെ കമ്പനിയിൽ പ്രധാനപ്പെട്ട റോ മെറ്റീരിയൽസ് പറഞ്ഞത് ഇൽമിനേറ്റ്, സൾഫർ, ഫർണസ് ഓയിൽ, സ്ക്രാപ്പ് ഓയിൽ, ഇത്രയാണ് മേജർ റോ മെറ്റീരിയൽസ്. IRE ആണ് ഇൽമിനേറ്റ് സപ്ലൈ ചെയ്യുന്നത്. അവർ ഞങ്ങൾക്ക് ഓരോ അലോട്ട്മെൻറ്റ് ഓരോ മാസവും ഡിക്ലെയർ ചെയ്യും. അതനുസരിച്ച് ഞങ്ങൾ ഫണ്ട് കൊടുത്ത് അഡ്വാൻസ് പേയ്മെൻറ്റാണ് ഇതെല്ലാം നടത്തുന്നത്. എന്നിട്ട് മെറ്റീരിയൽ പിന്നെ വാങ്ങുന്ന ഐറ്റം സൾഫറും ഫർണസ് ഓയിലാണ്. അത് BPCL, MRPL എന്ന പൊതുമേഖല സ്ഥാപനങ്ങളിലാണ് എടുക്കുന്നത്. ഇതും മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി ഷോർട്ട് അല്ലെങ്കിൽ സ്കേഴ്സ്ഡ് ആയിട്ടുള്ള ഐറ്റം ആയതുകൊണ്ട് ഇതിന് കോമ്പറ്റീവ് ടെൻഡർ ഒന്നും ലഭിക്കാറില്ല. അങ്ങനെ പൊതുമേഖലയിൽ നിന്നായിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സാധനം. പിന്നെ സ്ക്രാപ്പ് ആൻഡ് കേസിൽ പ്രൈവറ്റ് പാർട്ടിയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അതും അവരുടെ സപ്ലൈ ചെയ്യാനുള്ള കപ്പാസിറ്റി അനുസരിച്ചാണ് നമ്മൾ ഓർഡർ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അതനുസരിച്ചായിരിക്കും സാധനങ്ങൾ അവർ സപ്ലൈ ചെയ്യുന്നത്. ഈ സ്ഥാപനത്തിൽ പർച്ചേസുമായി ബന്ധപ്പെട്ട്, അതുപോലെ സെയിൽസുമായി ബന്ധപ്പെട്ട്, അതുപോലെ പേയ്മെൻറ്റ്സ് നടത്തുന്ന സമയത്ത്, ക്യാഷ് സ്വീകരിക്കുന്ന സമയത്തൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൗച്ചേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ഏതെല്ലാം തരത്തിലുള്ള വൗച്ചേഴ്സും ഡോക്യുമെൻറ്റ്സുമാണ് ഓരോ ട്രാൻസാക്ഷനെയും സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതിൻ്റെ പ്രൊസീജിയർ എന്താണ് എന്നുള്ള കാര്യം നമുക്ക് ചോദിച്ചിട്ട് മനസ്സിലാക്കാം. പർച്ചേസ് ജേണലിൻ്റെ ഒരു ഫോർമാറ്റാണ് ഇത്. പർച്ചേസ് ജേണൽ ഇതിൻ്റെ കൂടെ സപ്പോർട്ടിംഗ് ആയിട്ടിരിക്കുന്ന വൗച്ചർ, അതായത് TJ വൗച്ചറിനോട് ഇരിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് എന്നുള്ളത് RCRയുടെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ടാണ്. ഈ മെറ്റീരിയൽ ഇൻവോയ്സ് അനുസരിച്ച് 2 ഉണ്ട്. 2 റിസീവ് ചെയ്ത് 2 അക്സെപ്റ്റ് ആണ്, റിജക്ഷൻ അല്ല എന്ന് സർട്ടിഫൈ ചെയ്ത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ അക്കൗണ്ട് ചെയ്തിട്ട് പാർട്ടിക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നത്. ഈ ഇൻവോയ്സ്, അതായത് RCRനെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻവോയ്സാണ്, GST ഇൻവോയ്സാണ്. ഇതാണ് എൻ്റെ സോഴ്സ് ഡോക്യുമെൻറ്റ്. നമ്പർ ഉണ്ടാവും. ഓരോ വർഷവും അത് 1 നിന്ന് എത്ര നമ്പറാണോ ആ നമ്പർ വരെ സ്റ്റാർട്ട് ചെയ്യും. 31 മാർച്ച് വെച്ചായിരിക്കും അത് അവസാനിക്കുന്നത്. പർച്ചേസ് ജേണൽ ഒരു വർഷം കലണ്ടർ, നമുക്കിവിടെ April 1 തൊട്ട് March 31 വരെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ വരുന്നത്. അപ്പോൾ April 1 വരുന്ന PJ 1-ലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അത് 1, 2 എന്ന സീരിയൽ നമ്പർ വന്നിട്ട് March 31 വരെ ഏത് നമ്പറാണ് ലാസ്റ്റ് നമ്പർ 4000 ആണെങ്കിൽ 4000 വരെയും കാണും. ഇതായിരിക്കും നമ്മുടെ കൺട്രോൾ നമ്പർ. ഇത് വെച്ചിട്ടായിരിക്കും ഓഡിറ്റേഴ്സ് വെരിഫൈ ചെയ്യുന്നത്. അവർ വെരിഫൈ ചെയ്യുമ്പോഴത്തേക്ക് PJയിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് ആണോ ഇൻവോയ്സ് അനുസരിച്ചാണോ അക്കൗണ്ട് ചെയ്തത് എന്നൊക്കെയുള്ള സ്ക്രൂട്ടിനിയും വെരിഫിക്കേഷനും നടക്കും. ഇതിൻ്റെ സമ്മറിയാണ് ഓഡിറ്റ് പർപ്പസിലാണ് എടുക്കുന്നത്. നമ്മൾ ഡെബിറ്റ് നോട്ടിനെ പറ്റി നേരത്തെ സംസാരിച്ചിരുന്നു. അപ്പം ഡെബിറ്റ് നോട്ട് ഒരു സ്ക്രാപ്പ് ഡിസ്പോസലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡെബിറ്റ് നോട്ടിൻ്റെ ഫോർമാറ്റാണ് ഈ കാണുന്നത്. ഇതിപ്പം കേരളത്തിന് പുറത്തുള്ള ഒരു പാർട്ടിയാണ്, അതാണ് IGST വന്നത്. അതനുസരിച്ച് നമ്മളൊരു വാല്യൂ ഡെബിറ്റ് നോട്ട് ചെയ്ത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കും. അവർ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യും. ആ ഇൻവോയ്സാണ് സെയിൽസ് ജേണലായിട്ട് ഡോക്യുമെൻ്റ് ചെയ്ത് പോകുന്നത്. ഇത് അതിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റായിട്ട് നിൽക്കും. ഇത് ജനറേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ മെൻഷൻ ചെയ്യുന്ന ക്വാണ്ടിറ്റിയും റേറ്റും ഉണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പേപ്പറുകളാണ് ഇവിടെ അതിൻ്റെ സ്ലിപ്പായിട്ട് റെക്കമെൻഡേഷനായിട്ടുള്ള പേപ്പറും വച്ചിട്ടുള്ളത്. ഇത് ബാങ്ക് റെസിപ്റ്റിൻ്റെ ഫോർമാറ്റാണ്. പാർട്ടി നമുക്ക് പൈസ തരുമ്പോഴത്തേക്ക് ഞങ്ങൾ അത് അക്കൗണ്ട് ചെയ്യും. അത് ബാങ്ക് റെസിപ്റ്റ് BR, ഇതിനൊരു സീരിയൽ നമ്പർ ഉണ്ടാവും. ആ നമ്പർ വെച്ചിട്ടാണ് ഇത് വൗച്ചർ ഫയൽ ചെയ്ത് പോകുന്നത്.
ഇത് എൻ്റെ അഡ്വൈസാണ്. ഈ പാർട്ടി MSDC വഴിയാണ് സാധനം എടുക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്തത്. അപ്പോൾ MSDC വഴി എൻ്റെ അഡ്വൈസ് തന്നിട്ടുണ്ട്. അത് ഓഡിറ്റ് പർപ്പസിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഓപ്ഷൻ പരിപാടി. നമ്മൾ നേരത്തെ ഡെബിറ്റ് നോട്ട് നോക്കി, ഇനി അടുത്ത ക്രെഡിറ്റ് നോട്ടാണ്. അത് നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് മറ്റു പാർട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു നോട്ടാണ്. ഇതനുസരിച്ചിട്ട് ഇന്ന പാർട്ടിക്ക് ഇത്ര ടൺ ലിഫ്റ്റ് ചെയ്തതിന് ട്രേഡ് ഡിസ്കൗണ്ടായിട്ട് നമ്മളൊരു നോട്ട് പാർട്ടിക്ക് കൊടുക്കും. അപ്പോഴേ അവർക്ക് അതനുസരിച്ചിട്ട് അക്കൗണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതായിരിക്കും അതിൻ്റെ ജേണൽ എൻട്രി. എക്സ്പെൻസിലും പാർട്ടിക്ക് ക്രെഡിറ്റും ചെയ്തൊരു ജേണൽ എൻട്രി ഉണ്ടാകും. അതാണ് ക്രെഡിറ്റ് നോട്ടിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത് ക്യാഷ് റെസീപ്റ്റ് വൗച്ചറാണ്. ഇപ്പം ലോക്കലായിട്ട് ഏതെങ്കിലും പാർട്ടി സാധനം ഇവിടെ നിന്ന് എടുക്കാൻ വരികയാണെങ്കിൽ അവർ പൈസ ക്യാഷ് കൗണ്ടറിൽ അടയ്ക്കും. അതിന് വരുന്ന ഒരു റെസീപ്റ്റാണ് CR ക്യാഷ് റെസീപ്റ്റ്. ഇതിൻ്റെ സപ്പോർട്ടിൽ തന്നെ അവർ എന്താണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ റെക്കമെൻഡേഷൻ മാർക്കറ്റിംഗ് എഴുതി വരും. അവർ ആ എമൗണ്ട് ഇവിടെ ക്യാഷ് കൗണ്ടറിൽ അടയ്ക്കും. അതനുസരിച്ച് നമ്മൾ അവർക്ക് സാധനം കൊടുക്കാൻ സാധിക്കും. ഈ അഡ്വൈസ് വെച്ചിട്ട് ഇതിൻ്റെ വൗച്ചറാണ്. ഇത് ഇപ്പം ഏതെങ്കിലും ലോക്കൽ പർച്ചേസ് സാധനങ്ങളെല്ലാം ആരെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് അഡ്വാൻസ് എടുത്തിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അത് സെറ്റിൽ ചെയ്യുന്നത് ഇതേപോലെ ഒരു പർച്ചേസ് ജേണലിൽ, എന്നിട്ട് ആ പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് ജേണൽ എൻട്രി ഇട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇതിപ്പോൾ കൃഷ്ണ എൻ്റർപ്രൈസിൽ നിന്നാണ് സാധനം വാങ്ങിച്ചിരിക്കുന്നത്. എന്നിട്ട് അത് ലോക്കലി പർച്ചേസ് ചെയ്ത ഐറ്റം ആയതുകൊണ്ട് അത് ഇവിടെ നിന്ന് ഒരാൾക്ക് റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടി ജേണൽ എൻട്രി ഇട്ടിട്ട് അത് ആ പാർട്ടിക്ക് ക്യാഷ് എഴുതി കൊടുക്കും. അങ്ങനെ ക്യാഷ് പേയ്മെൻറ്റ് വൗച്ചറായിട്ടാണ് ഇത് പോകുന്നത്. അതിൻ്റെ സപ്പോർട്ട് ചെയ്യാണ് ഈ കാണുന്ന ഡോക്യുമെൻ്റ്. ഇതെല്ലാം എൻ്റെ സോഴ്സ് ഡോക്യുമെൻറ്റാണ് വൗച്ചർ. ഇത് ബാങ്ക് പേയ്മെൻറ്റ് വൗച്ചറാണ്. ഇതിപ്പം ഒരു അഡ്വാൻസ് പേയ്മെൻറ്റ് LSC വഴി അഡ്വാൻസ് എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം ഡോക്യുമെൻറ്റ് ബാങ്കിൽ നമ്മൾ ഈ ഡോക്യുമെൻറ്റ് റിട്ടയർ ചെയ്താൽ മാത്രമേ എല്ലാവർക്കും കിട്ടും. അതോടെ എല്ലാവർക്കും കാണിച്ചു വേണം സാധനം എടുക്കാൻ. അങ്ങനെയുള്ള ഡോക്യുമെൻ്റാണ് ബില്ലിൽ ഇതിനനുസരിച്ചുള്ള എമൗണ്ട് ഞങ്ങൾ ചെക്ക് എഴുതി ബാങ്കിൽ കൊടുക്കും. ബാങ്കുകാർ LR കോപ്പി തരും. ആ LR കോപ്പി വെച്ചിട്ട് സാധനം കമ്പനിക്ക് കൈപ്പറ്റാൻ സാധിക്കും. ഇത് ബാങ്ക് പേയ്മെൻറ്റ് വൗച്ചർ. സ്റ്റുഡൻസ്, ഇപ്പോൾ നമ്മുടെ ഫിനാൻസ് മാനേജർ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇവിടെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എന്ന രീതിയിൽ സിയോൺ സൊല്യൂഷൻസിൻ്റെ പവർ ബിൽഡർ എന്ന് പറയുന്ന അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ് ERP ആയിട്ട് ഉപയോഗിക്കുന്നത്. ഈ സോഫ്റ്റ്വെയറിലേക്ക് എല്ലാ ഡേറ്റയും എൻ്റർ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആവശ്യമായ സോഴ്സ് ഡോക്യുമെൻറ്റ്സ് സിസ്റ്റമാറ്റിക്കായിട്ട് ഫയൽ ചെയ്ത് വെക്കുന്നുണ്ട്. സാറ് നേരത്തെ പറഞ്ഞതുപോലെ പർച്ചേസുമായി ബന്ധപ്പെട്ട് PJ എന്ന് പറയുന്ന പർച്ചേസ് ജേണൽ അവർ പ്രിപ്പയർ ചെയ്യുന്നു. അതിന് സപ്പോർട്ടീവായ ഡോക്യുമെൻ്ററി എവിഡൻസ് കൂടി അതിനോടൊപ്പം അറ്റാച്ച് ചെയ്തിട്ട് ആണിത് സിസ്റ്റമാറ്റിക്കായിട്ട് ഫയൽ ചെയ്ത് വയ്ക്കുക. അതുപോലെ പേയ്മെൻറ്റ് വൗച്ചർ ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ തന്നെ പേയ്മെൻറ്റ് വൗച്ചർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിന് പേയ്മെൻറ്റ് വരുമ്പോഴേക്കും അതുമായി ബന്ധപ്പെട്ട ബില്ലുകളും വൗച്ചറുകളൊക്കെ സപ്പോർട്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഈ വൗച്ചർ അതോറിറ്റീസിൻ്റെ ഇവിടെ HOD ഫിനാൻസ് അതുപോലെ അക്കൗണ്ടൻറ്റ് ഇവരൊക്കെ സൈൻ ചെയ്തിട്ടാണ് ഇത് ഫയൽ ചെയ്ത് വയ്ക്കുക. അതുപോലെ ബാങ്ക് പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ബാങ്ക് പേയ്മെൻറ്റ് വൗച്ചർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ സപ്പോർട്ടീവ് ഡോക്യുമെൻ്ററി എവിഡൻസോട് കൂടിയിട്ട് പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഫയൽ ചെയ്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ വർക്കുകളൊക്കെ തന്നെ ഒരു അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇത്തരം സ്ഥാപനങ്ങളിൽ ജോലി കിട്ടുമ്പോഴേക്കും നിങ്ങളിത് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇത് വ്യക്തമായിട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. സ്റ്റുഡൻസ്, നമ്മളിപ്പോൾ ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിലെ സ്റ്റോൺസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഉള്ളത്. ഇവിടെ നമുക്ക് സ്റ്റോൺസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. എങ്ങനെയാണ് സ്റ്റോൺസ് ഇവിടേക്ക് പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊക്യൂർ ചെയ്യുക, അതെങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യുക, ഇവിടുന്ന് എങ്ങനെയാണ് സ്റ്റോർസ് ഇഷ്യൂ ചെയ്യുക, എങ്ങനെയാണ് ഈ മെറ്റീരിയൽസിനെ കൺട്രോൾ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കുള്ളത് കണ്ടും കേട്ടുമൊക്കെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റോർസ് മാനേജർ സാറിനോട് നമുക്ക് ഈ കാര്യങ്ങൾക്ക് ചോദിച്ചു. എൻ്റെ പേര് ഷാജു ഹരി. ഞാനിവിടെ ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സിലെ മെറ്റീരിയൽസ് മാനേജറാണ്. മെറ്റീരിയൽസ് സെക്ഷൻ ട്രാവൻകൂർ ടൈറ്റാനിയത്തിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ്. ഇവിടുത്തെ മെയിൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഫൈനാൻസ്, എഞ്ചിനീയറിംഗ്, മാർക്കറ്റിംഗ്, R&D ഡിപ്പാർട്ട്മെൻറ്റ്, പർച്ചേസ്, അങ്ങനത്തെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഒന്നാണ് നമ്മുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ് സ്റ്റോർസ്. സ്റ്റോറിൽ ജനറലായിട്ട് 3 രീതിയിലാണ് 3 പ്രോസസ്സാണ് ചെയ്യുന്നത്. ആദ്യം നമുക്കൊരു മെറ്റീരിയൽ പ്രൊക്യൂർമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഓർഡർ റിക്വസിഷൻ എന്ന് പറയും. OR എന്നാണ് ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ വിളിക്കുന്നത്. രണ്ടാമത്
മെറ്റീരിയൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ റിസീപ്റ്റ് എടുക്കും. ഇത് റിസീപ്റ്റ് സെക്ഷൻ എന്നാണ് പറയുന്നത്. മൂന്നാമത് ഇത് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി ഇഷ്യൂ സെക്ഷൻ. ഈ മൂന്നും കൂടെ ചേരുന്നതാണ് സ്റ്റോറിൽ ചെയ്യുന്നത്. ഏകദേശം 8,000ഓളം ഐറ്റംസ്, 8,000ഓളം ഐറ്റംസ് ആണ് സ്റ്റോറിൽ നമ്മൾ സ്റ്റോക്ക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത് സ്റ്റോക്ക് ആയിട്ടുള്ള ഐറ്റംസ്. ഇത് കൂടാതെ നമ്മൾ അത്യാവശ്യം കുറച്ച് ഐറ്റംസ് ലോക്കൽ പർച്ചേസ് വാങ്ങിക്കാറുണ്ട്, പിന്നെ വൺ ടൈം പർച്ചേസും വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഈ 3 കാറ്റഗറിയാണ്: വൺ ടൈം പർച്ചേസും, ലോക്കൽ പർച്ചേസും, സ്റ്റോക്ക് ഐറ്റംസ്. ഈ 8,000 സ്റ്റോക്ക് ഐറ്റത്തിൽ ഇൻക്ലൂഡിങ് മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ, ഇൻസ്ട്രുമെൻറ്റേഷൻ, സ്റ്റേഷനറി എല്ലാം സ്റ്റോർ വഴിയാണ് ചെയ്യുന്നത്. അപ്പം ആദ്യം ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ഓർഡർ റിക്വഷൻ സ്റ്റോറിങ് ജനറേറ്റ് ചെയ്ത് കമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ് നമ്മൾ വിടുന്നത്. കമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ടൈം പീരീഡ് വെച്ചിട്ട് കൊട്ടേഷൻ വിളിക്കും. കൊട്ടേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് ആ ഫുൾ റെക്കമെൻഡേഷന് വീണ്ടും സ്റ്റോറിൽ വരും. അപ്പം ജനറലി നമ്മൾ ലോവസ്റ്റ് ആയിട്ടുള്ള പാർട്ടിക്കാണ് കൊട്ടേഷൻ പർച്ചേസ് ഓർഡർ കൊടുക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കാര്യം കഴിഞ്ഞിട്ട് അവരുടെ ഐറ്റം റിജക്റ്റ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും കേസ് വന്നാൽ മാത്രമേ നമ്മൾ അടുത്ത പാർട്ടിയെ കൺസിഡർ ചെയ്യാറുള്ളൂ. അങ്ങനെ വരുന്ന ഫയലുകൾ നമ്മൾ റെക്കമെൻഡ് ചെയ്ത് തിരിച്ച് കമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് തന്നെയാണ് വിടുന്നത്. അവിടുന്ന് അവർക്ക് പർച്ചേസ് ഓർഡർ പ്ലേസ് ചെയ്ത് ആ പാർട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു ടൈം പീരീഡ് പറയും. ആ ടൈമിൽ തന്നെ ഐറ്റം സപ്ലൈ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഐറ്റം വീണ്ടും അവർ പാർട്ടി സപ്ലൈ ചെയ്യുന്നത് സ്റ്റോറിൽ വരുമ്പോൾ നമ്മൾ രണ്ടാമത്തെ റിസീപ്റ്റ് സെക്ഷനാണ് ഈ ഐറ്റം നമ്മൾ റിസീപ്റ്റ് എടുക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റോക്ക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. യൂസർ ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യം വരുന്നതനുസരിച്ച് നമ്മൾ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീണ്ടും ഒരു ഓർഡറിംഗ് ക്വാണ്ടിറ്റി എന്ന് പറയും. ഓറിൽ നമുക്ക് നോക്കിയാൽ കാണാം. ആ ഒരു 10 എണ്ണം നമ്മൾ വാങ്ങിച്ചു, 5 എണ്ണം നമ്മൾ കൺസ്യൂം ചെയ്തു, 3 ആയിരിക്കും അതിൻ്റെ ഒരു ഓർഡറിംഗ് ലെവൽ. ആ 3 എത്തിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഓർ ജനറേറ്റ് ചെയ്യും. അത് വീണ്ടും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഓറിൽ തന്നെ വീണ്ടും ആ സൈക്കിൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് സ്റ്റോറിൽ ജനറലായിട്ട് ചെയ്യുന്നത്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് സ്റ്റോറിൽ ഒരു ERP സോഫ്റ്റ്വെയർ ഉണ്ട്. ഫൈനാൻസിലും കമേഴ്ഷ്യലും എല്ലാം കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്തൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അത് നമ്മൾ കമ്പ്യൂട്ടറിൽ കൂടെ തന്നെ എല്ലാം ചെയ്യും. അത് കഴിഞ്ഞ് വരുമ്പം സാധനം റിസീപ്റ്റ് എടുക്കുമ്പോഴും ഇഷ്യൂ ചെയ്യുമ്പോഴും റിപ്പോർട്ട് ഫൈനലിൽ പോകുമ്പോഴെല്ലാം കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ വഴിയാണ് ചെയ്യുന്നത്. ഇത് കൂടാതെ നമ്മൾ പാരലായിട്ട് ഒരു കാർഡെക്സ് എല്ലാ ഐറ്റത്തിനും, ഈ 8,000 ഐറ്റത്തിനും സ്റ്റോക്കുള്ള ഐറ്റത്തിനും നമ്മളൊരു കാർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ കാർഡിൽ നമ്മൾ എന്നാണ് ഓർ ഇട്ടത്, എത്ര ക്വാണ്ടിറ്റി ഇട്ടു, അതെന്നാണ് വന്നത്, അതെന്ന് ഇഷ്യൂ ചെയ്തു, അതെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാർഡെക്സ് ഒരു പഴയ സിസ്റ്റമാണ്, പക്ഷേ നമ്മളിപ്പോഴും അത് കളഞ്ഞിട്ടില്ല. ഇപ്പോഴും നമ്മളത് കാർഡെക്സ് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മെയിനായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ERP സോഫ്റ്റ്വെയർ തന്നെയാണ്. ERP സോഫ്റ്റ്വെയറാണ് ഫുള്ള് ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ജനറലായിട്ട് സ്റ്റോക്ക് ഞാൻ പറഞ്ഞൊരു 8,000 ഐറ്റംസ് കൂടാതെ നമുക്ക് പ്ലാനിലോട്ട് യൂസർ ഡിപ്പാർട്ട്മെൻറ്റ് റിക്വസ്റ്റ് ചെയ്ത് തരുന്നൊരു ഫോമാണിത്. റിക്വസ്റ്റ് ഫോർ പർച്ചേസ് എന്ന് പറയും. ഇതിൻ്റെ അകത്ത് യൂസർ ഡിപ്പാർട്ട്മെൻറ്റിന് സ്റ്റോക്ക് അല്ലാത്തൊരു ഐറ്റം ആവശ്യം വരികയാണെങ്കിൽ അവർ ഇതിൻ്റെ അകത്ത് നെയിം ഓഫ് ദി മെറ്റീരിയൽ, അതിൻ്റെ സ്പെസിഫിക്കേഷൻ, എത്ര ക്വാണ്ടിറ്റി വേണം, എവിടെയാണ് അതിൻ്റെ വർക്ക് സെൻറ്റർ, ഇതിപ്പോൾ ലോക്കൽ പർച്ചേസിൽ വാങ്ങിക്കാൻ അതിൻ്റെ ഏകദേശം പ്രോബബിൾ യൂണിറ്റ് വില, അത് അപ്രൂവൽ ചെയ്ത് നമുക്ക് വരും, സ്റ്റോറിൽ വരും. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ OR ജനറേറ്റ് ചെയ്യും. ഇത് വേറൊരു ഐറ്റമാണ്, ഞാൻ കാണിച്ച ഐറ്റമല്ല. ഒരു OR ജനറേറ്റ് ചെയ്യും. ആ ORൽ നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണം എല്ലാം വെച്ച് നമ്മൾ കമേഴ്ഷ്യലിലോട്ട് ഇത് വിടും. അതാണ് ജനറലായിട്ടുള്ളൊരു പ്രൊസീജിയർ. അത് കഴിഞ്ഞാൽ കമേഴ്ഷ്യലിൽ കൊട്ടേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ അവസാനം നമുക്ക് പർച്ചേസ് ഓർഡർ ആവും. പർച്ചേസ് ഓർഡറാണ് ഈ കാണുന്നത്. പർച്ചേസ് ഓർഡർ നമ്പർ, അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ ഐറ്റം സ്പെസിഫിക്കേഷൻ, ക്വാണ്ടിറ്റി. ഇത് കമേഴ്ഷ്യൽ മാനേജർ HOD ആണ്, അവിടെ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇതിനൊരു ഡ്യൂ ഡേറ്റ് പറയും. ഇപ്പം 1/3/2021 ആണ് ഇതിൻ്റെ ഡ്യൂ ഡേറ്റ്. കോൺകോർഡ് ഫയർ ആൻഡ് സേഫ്റ്റിക്ക് കൊടുത്തതാണ്. അപ്പോൾ ഈ ഐറ്റം ഈ ഡ്യൂ ഡേറ്റിനകത്ത് സപ്ലൈ ചെയ്യണം എന്നാണ്. അത് സപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് വീണ്ടും റിസീപ്റ്റ് സ്റ്റോറിലെടുത്ത് വീണ്ടും ഇഷ്യൂ ചെയ്ത് ആ സൈക്കിൾ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. ഡിയർ സ്റ്റുഡൻസ്, ഇൻവെൻറ്ററിയുടെ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഇവിടെ മാനുവലി ബിൻ കാർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതോടൊപ്പം തന്നെ മെറ്റീരിയൽസ് വന്നതും അതുപോലെ അതിൻ്റെ ഇഷ്യൂസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം തന്നെ സോഫ്റ്റ്വെയറിൽ എൻട്രി ചെയ്തിട്ട് റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ജനറേറ്റ് ചെയ്തിരിക്കുന്ന റിപ്പോർട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മെറ്റീരിയൽ ഇഷ്യൂ നോട്ട് എന്നാണ് അതിൻ്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം സാറ് ഫൈനാൻസിൽ കാണുന്ന ഹെഡിങ്സ് ആയിരിക്കത്തില്ല. ഇപ്പോൾ ഇങ്ങനെ OR ജനറേറ്റ് ചെയ്യാൻ, OR റിക്വസ്റ്റ് ജനറേറ്റ് ചെയ്യാൻ ഇങ്ങനൊരു ഇതാണ്. ഇവിടെ നമ്മുടെ ഐറ്റം ഡീറ്റെയിൽസ്, സ്പെസിഫിക്കേഷനൊക്കെ കൊടുക്കും. അത് കഴിഞ്ഞ് RCR ഇവിടുന്ന് റിസീവ് കം ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് എന്ന് പറയും. ഇൻവേർഡ്, അത് കഴിഞ്ഞ് ഇൻവേർഡ് ഉണ്ട്. മെറ്റീരിയൽ വന്നു കഴിയുമ്പോൾ ഇൻവേർഡ് ഉണ്ടല്ലോ. അപ്പോൾ ഇൻവേർഡ് വരുമ്പോൾ ഇവിടെ വെണ്ടറിന് നമ്മൾ ഏത് വെണ്ടറാണ് അവർ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അവർക്കുള്ള പർച്ചേസ് ഓർഡർ ഇതിൽ തന്നെ വരും. ഇനി പർച്ചേസ് ഓർഡർ നിലവിലില്ല, അല്ലെങ്കിൽ ഇവിടെ ഒരെണ്ണം കാണിക്കും. അപ്പോൾ ആ രീതിയിൽ വരും. അത് കഴിഞ്ഞാൽ നമുക്ക് RCR റിസീപ്റ്റ് കം ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് എന്ന് പറയും. ഇവിടെയും നമ്മൾ വെണ്ടറിനെ സെലക്ട് ചെയ്ത് ആ ഐറ്റം അക്സെപ്റ്റ് ചെയ്ത് മാറ്റും. അപ്പോൾ ഈ 3 പ്രോസസ്സും
പിന്നെ കുറേ റിപ്പോർട്ട്സുകൾ ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള സ്റ്റാറ്റസ് അറിയാനും ഓരോ റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാനും എല്ലാം. ഇത് നമ്മുടെ PP ഫിൽട്ടർ ക്ലോത്ത് ഫോർ ഫീഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞൊരു ഐറ്റമാണ്. അതിനൊരു ഐറ്റം കോഡുണ്ട്, ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഓർഡറിംഗ് ലെവൽ 5 ആണ്, ഓർഡറിംഗ് ക്വാണ്ടിറ്റി 10 ആണ്. അപ്പോൾ ഇത് നമ്മൾ സ്റ്റോക്ക് ആക്കിയതാണ്, 2017 ഇട്ട കാർഡാണ്. അപ്പോൾ നമ്മളൊരു OR നമ്പർ 846 ഒന്ന് ജനറേറ്റ് ചെയ്തു. 10 എണ്ണത്തിനാണ് റിക്വസ്റ്റ്. ഇതൊരു ASR ഐറ്റം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്യാം, സ്റ്റോറിൽ നിന്ന് പോകുന്നതല്ല. അതിനുശേഷം ഇതിന് പർച്ചേസ് ഓർഡർ ആയി 1229. ഈ 10 എണ്ണം റിസീവ് ചെയ്തു. ഈ 10 എണ്ണം റിസീവ് ചെയ്ത് നമ്മളിവിടെ എഴുതും. ഇതാണ്ട പർച്ചേസ് ഓർഡർ 10 എണ്ണം റിസീവ് ചെയ്തു. അതിനുശേഷം ഇത് ഇഷ്യൂ ചെയ്തപ്പം ഒരെണ്ണം ആദ്യം ഈ ഡേറ്റിൽ പോയി, ഇഷ്യൂ 2 എണ്ണം ഈ ഡേറ്റിൽ പോയി. അത് കഴിഞ്ഞ് ബാലൻസ് ഉള്ളത് താഴെ എഴുതും. അത് കഴിഞ്ഞപ്പോൾ ഇത് നില്ലായി, അപ്പം സ്റ്റോക്ക് ഇത് നില്ലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു OR വേറെ പോയിട്ടുണ്ട്. ഇതിപ്പോൾ ഓൾറെഡി ഈ 5 ഓർഡറിംഗ് ലെവൽ എത്തിയപ്പോൾ തന്നെ ഒരു OR പോയിട്ടുണ്ട്. 2/7/2019 കണ്ട 4-ാം മാസം കഴിഞ്ഞിട്ട് 7-ാം മാസം വരെ വീണ്ടും ഒരു 10 എണ്ണത്തിന് പോയി. പക്ഷേ ഇത് രണ്ടും വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ ഇവിടെ പർച്ചേസ് ഓർഡറായി, ഇവിടെ നമ്മൾ എഴുതും. ഇത് രണ്ടും ഇപ്പം പ്രോസസ്സിൽ ചിലപ്പം പർച്ചേസ് ഓർഡറായി നിൽക്കുകയായിരിക്കും. വന്നു കഴിയുമ്പോൾ നമ്മളിവിടെ പർച്ചേസ് ഓർഡർ എഴുതും. പിന്നെ ഇത് 2 പാർട്ടാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ കാർഡെക്സിൻ്റെ ORഉം ഇതെല്ലാം വരുന്നത്. ഇത് നമ്മുടെ ഇഷ്യൂവും ബാലൻസ് ക്വാണ്ടിറ്റി ഇതിൽ വരും. റിസീപ്റ്റ് ഇവിടെ എഴുതും. ഇതുപോലെ ഈ 8000 ഐറ്റത്തിനും നമ്മൾ കാർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത് അഡീഷണൽ കമ്പ്യൂട്ടറിൽ ഇതുണ്ട്, പക്ഷേ എന്നാൽ പോലും നമ്മൾ കാർഡ് മെയിൻറ്റെയിൻ ചെയ്യും. സ്റ്റുഡൻസ്, നമ്മൾ സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നു. അവിടുന്ന് ബിൻ കാർഡ് നമ്മൾ കണ്ടിരുന്നു. ബിൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് റെക്കോർഡ് ചെയ്തിരിക്കുന്ന ബിൻ കാർഡ് ഷെൽഫിൽ ഇങ്ങനെ സിസ്റ്റമാറ്റിക്കലി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കണ്ടു. അതനുസരിച്ച് സ്റ്റോർസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ഓരോ ബിന്നുകളിലായിട്ട് ഇവിടെ കീപ്പ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ സൈഡിൽ തന്നെ ബിൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കാണുന്ന സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ട റെക്കോർഡ്സിനകത്തുള്ള മെറ്റീരിയൽസ് എല്ലാം തന്നെ ഇവിടെ നമുക്ക് ഫിസിക്കലി കാണാൻ കഴിയും. മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്യുന്നത് ഒരു റാക്ക് സിസ്റ്റമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പം പൈപ്പാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ ഇപ്പം PVC പൈപ്പ്സ്, കറുത്ത ഈ കാണുന്ന പൈപ്പ് HDP എന്ന് പറയും, ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീൻ പൈപ്പ്സും PVC പൈപ്പ്സുമാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പം പൈപ്പിൻ്റെ സെക്ഷനാണ്. ഇതുപോലെ ഇലക്ട്രിക്കൽ ഐറ്റംസ്, ഇൻസ്ട്രുമെൻറ്റേഷൻ ഐറ്റം, മെക്കാനിക്കൽ വാൾസിനെല്ലാം സെപ്പറേറ്റ് സെക്ഷൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ ബിൻ കാർഡിൽ കണ്ട ഇന്നത്തെ സ്റ്റോക്കിൽ നോക്കി ആ ഐറ്റം ആ കറക്റ്റ് സ്റ്റോക്കിൽ ടാഗ് ചെയ്ത് ഇവിടെ കാണും. ഈ കാണുന്നത് മെക്കാനിക്കൽ ഐറ്റംസ് ആണ് കോളി റാക്കിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ പറയുകയാണെങ്കിൽ ചെയിനാണ്. ഇവിടെ എല്ലാം ചെയിനാണ് കാണുന്നത്. പിന്നീടുള്ള സ്പ്രോക്കറ്റ്സ് ഉണ്ട്. പിന്നെ എല്ലാം കാണുന്നത് സ്പ്രോക്കറ്റ്സ് ആണ്. പിന്നെ അങ്ങോട്ട് ബെയറിങ്സും എല്ലാമാണ്. കോളിനും ബെൽറ്റ് ഒക്കെ മുകളിലുണ്ട്. സ്റ്റുഡൻസ്, ഇവിടെ ഇൻവെന്ററി അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന മാനുവൽ രജിസ്റ്റേഴ്സ് ആണ് ഈ കാണുന്നത്. ഇതിനകത്ത് സ്റ്റോർസ് രജിസ്റ്റർ എന്ന രീതിയിൽ മെറ്റീരിയൽസിൻ്റെ ഐറ്റംസും അതിൻ്റെ ക്വാണ്ടിറ്റിയും റേറ്റും എമൗണ്ടും ഉൾപ്പെടെ എഴുതുന്ന രജിസ്റ്ററാണിത്. ഇത് കൂടാതെ ഇൻവേർഡ് രജിസ്റ്റർ എന്ന രീതിയിൽ വരുന്ന മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് മാത്രം എഴുതുന്ന ക്വാണ്ടിറ്റി, അതിൻ്റെ പർച്ചേസ് ഓർഡർ നമ്പറും അതുവരെ പ്രിസ്ക്രിപ്ഷൻ ഉൾപ്പെടെ എഴുതുന്ന ഓതറൈസ്ഡ് സിഗ്നേച്ചറി സൈൻ ചെയ്തിരിക്കുന്ന ഇൻവേർഡ് രജിസ്റ്റർ ആണ് ഇത്. ISOയുടെ സർട്ടിഫിക്കേഷനോട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഈ ഫോർമാറ്റ് നമ്പർ ഉൾപ്പെടെ 007 എന്ന നമ്പർ ഉൾപ്പെടെ ഓരോ രജിസ്ട്രേഷനും ഇത്തരത്തിൽ നമ്പർ കൊടുത്തിട്ടാണ് ഇവിടെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇന്ന് കറക്ഷന് വേണ്ടി എഴുതുന്നൊരു ബുക്കാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ എമൗണ്ട് എഴുതും. ഇതിൻ്റെ അകത്ത് 3/21 മാർച്ചിൽ വന്ന പർച്ചേസ് ഓർഡർ നമ്പർ, സപ്ലയർ, ഐറ്റം കോഡ്, ക്വാണ്ടിറ്റി, എമൗണ്ടും കൂടെ നമ്മൾ. ഇതാണ് നമ്മൾ മെറ്റീരിയൽ ഇൻവേർഡ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇതിൽ ഡേറ്റ് ഓഫ് റിസിപ്റ്റ്, അത് കഴിഞ്ഞ് പർച്ചേസ് ഓർഡർ നമ്പർ, ഇൻവോയ്സ് നമ്പർ, സപ്ലയറിൻ്റെ പേര്, മെറ്റീരിയലിൻ്റെ ഡിസ്ക്രിപ്ഷൻ, എത്ര ക്വാണ്ടിറ്റിയാണ് റിസീവ് ചെയ്തത്, ഓതറൈസ്ഡ് സിഗ്നേച്ചറും ഉണ്ട്. ഇതിന് എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ, പറഞ്ഞ സാധനവും തന്ന സാധനവും വ്യത്യാസം വരികയാണെങ്കിൽ ഡിസ്ക്രിപ്പൻസി ഇഫ് എനി ആണെങ്കിൽ നമ്മൾ ഈ കോളത്തിൽ ഫില്ല് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട അവിടെ റിസീപ്റ്റ് എടുത്ത ഐറ്റം ഇന്നത്തെ ഡേറ്റിൽ പർച്ചേസ് ഓർഡറും എല്ലാം വെച്ച് ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ എല്ലാ ദിവസവും എൻ്റർ ചെയ്യുന്നതാണ്. ഇൻവേർഡ് രജിസ്റ്ററാണ് നമ്മുടെ മെയിൻ. ഇൻവേർഡ് ആണ് റിസീപ്റ്റിൻ്റെ ബേസിക് സ്റ്റാർട്ടിങ്. ആണ് കൽപ്പക ട്രാൻസ്പോർട്ട് വഴി 2 ബണ്ടിൽസ് ഓഫ് പാക്കിംഗ് മെറ്റീരിയൽസ് 100 kg എന്ന് പറയുന്നുണ്ട്. അതാണ് നിങ്ങൾ ഓട്ടോയിൽ കാണുന്നത്. സാധനങ്ങളെല്ലാം ഇറക്കുന്നത് ഇവിടാണ്. ആദ്യം ഇവിടെ ഇറക്കി കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ക്ലിയർ ചെയ്ത് റൂമിൽ വെച്ചിട്ട് നമ്മൾ ക്ലിയർ ചെയ്തിട്ട് പർച്ചേസ് ഓർഡറിൽ പറയുന്ന പല ഐറ്റംസും
കിലോഗ്രാമിലായിരിക്കും വരുന്നത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ആ പറയുന്ന പർച്ചേസുകൾ പറയുന്ന കിലോഗ്രാം എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇലക്ട്രോണിക് വെയ് ബാലൻസ് ആണിത്. മെക്കാനിക്കൽ വെയ് ബാലൻസ് ആണിത്. ഇതിൽ നമ്മൾ വെയിറ്റ് നോക്കി എത്ര കിലോ ഉണ്ടെന്ന് കൺഫേം ചെയ്തിട്ട് മാത്രമേ മെറ്റീരിയൽ അക്സെപ്റ്റ് ചെയ്യാറുള്ളൂ. ഈ കാണുന്നത് മെറ്റീരിയൽ ഇഷ്യൂ നോട്ട്, നേരത്തെ കണ്ട മെറ്റീരിയൽ ഇഷ്യൂ ചെയ്തതിൻ്റെ സോഫ്റ്റ്വെയർ എൻട്രിന് ശേഷമുള്ള റിപ്പോർട്ടാണ്. ഇതിൽ ഐറ്റം കോഡ്, മെറ്റീരിയൽ ഡിസ്ക്രിപ്ഷൻ, അതിൻ്റെ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്, കിലോഗ്രാം ഉണ്ട്, നമ്പേഴ്സ് ഉണ്ട്, അവരാവശ്യപ്പെട്ട ക്വാണ്ടിറ്റി റിക്വയർഡ് 500 ആണ് ഈ ഐറ്റം അവരാവശ്യപ്പെട്ട് നമ്മൾ 500 ഐറ്റംസ് തന്നെ ഇഷ്യൂ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബാലൻസ് ഇപ്പം 3000 ഉണ്ട്. അതുപോലെ ഓരോ ഐറ്റവും ഡെയിലി നമ്മൾ കമ്പ്യൂട്ടറിൽ എൻട്രി ചെയ്യും. എടുത്തുകൊണ്ട് പോകുന്നത് സ്റ്റോർ ഇഷ്യൂ റിക്വഷൻ തന്നിട്ടാണ്. ഇത്ര ഐറ്റംസ്, നമ്പേഴ്സ് ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്, എത്ര ഇഷ്യൂ ഓരോ റിക്വയർമെൻറ്റ് പറയുന്നുണ്ട്. നമ്മൾ ഇഷ്യൂ ചെയ്തുകൊണ്ട് സ്റ്റോർ കീപ്പറാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഓതറൈസ്ഡ് ബൈ യൂസർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസറാണ്. റിസീവ്ഡ് ബൈ അവരാണ് സ്റ്റോർ ചെയ്യുന്നത്. ഈ ഇഷ്യൂ ചെയ്ത് പോയ സാധനങ്ങൾ സമകാലിക ദൃശ്യകല പൊതുജനങ്ങളുമായി സംവേദിക്കുന്നതിനുള്ള മുഴുവൻ സമയവും തുറന്നിരിക്കുന്ന തിരുവനന്തപുരത്തുള്ള പബ്ലിക് ഗാലറികളിൽ ഒന്നാണ് ട്രാവൻകൂർ ടൈറ്റാനിയം ആർട്ട് വാൾ. കോവിഡ് പാൻഡമിക് കാലഘട്ടത്തിൽ ലോകം കടന്നുപോയ നാം ഓർത്തു വയ്ക്കേണ്ട ചില അടയാളപ്പെടുത്തലുകളാണ് ഈ ആർട്ട് വാളിലെ ഒരു ഭാഗം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖമായ ഒരു കോവിഡ് കലാസ്മാരകമെന്ന നിലയിലാണ് ഇത് വിഭാവന ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ പ്രമുഖ കലാകാരന്മാരുടെ പാൻഡമിക് ചിന്തകളാണ് മറ്റൊരു ഭാഗത്തിൻ്റെ രചനകൾ. ഏതാണ്ട് 15,000 ചതുരശ്ര അടിയിലുള്ള ആർട്ട് വാൾ ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് ലിമിറ്റഡ്, അമ്യൂസിയം ആർട്ട് സയൻസ് എന്നിവരുടെ സംയുക്ത സഹകരണത്തിലാണ് ഒരുക്കിയിട്ടുള്ളത്.
ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ വെർച്വൽ ഫീൽഡ് വിസിറ്റുമായി ബന്ധപ്പെട്ട് ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് പെർമിഷൻ വാങ്ങാനുള്ള എല്ലാ സഹായവും ഒരുക്കി തന്നത് നമ്മൾ ഇവിടുത്തെ തന്നെ ഡെപ്യൂട്ടി ഫിനാൻസ് മാനേജറായ പ്രണവ് ജെയിംസ് സാറാണ്. സാറിനോടും അതുപോലെ ഈ സ്ഥാപനത്തോടും ഞങ്ങളോട് സഹകരിച്ച എല്ലാ ഒഫീഷ്യൽസിനോടും VHS ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുക.